കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ചാനലിനുള്ളിലാണ് നമ്മൾ അബിയുടെയും ജാനകിയുടെയും ഇഷിതയുടെയും മഹേഷിന്റെയും വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവര് ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ഇപ്പൊ തന്നെ ചന്ദ്രസേനന്റെ ബോഡി കാണുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ രാഹുലിന് നല്ല 8ന്റെ പടി തന്നെയാണ് കിട്ടിയത്. കാരണം ശവപ്പെട്ടി തുറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തൊന്നും കണ്ടില്ല. അപ്പോഴാണ് ചന്ദ്രസേനൻ ഞാനിവിടെ ഉണ്ടാകുന്ന പറഞ്ഞ് അങ്ങോട്ട് വരുന്നത്. ചന്ദ്രസേനെ കണ്ടതും ഒരു നിമിഷം അന്തം വിട്ട് നിൽക്കുവാണ് രാഹുലിന് ഒന്നും മനസ്സിലായില്ല. രാഹുലിന്റെ അടുത്തേക്ക് വന്നിട്ട് സേനം പറഞ്ഞു, നീ എന്താടാ വിചാരിച്ചോണ്ടിരിക്കണേ? ഞാൻ മരിച്ചങ്ങ് മുകളിലേക്ക് പോയെന്നോ? എടാ, എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മരിച്ചു മുകളിലേക്ക് പോകാൻ പറ്റുമോ? നിന്നെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോവാണെങ്കിൽ നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. നീ ഒരു അസുര ജന്മല്ലടാ, ബഗാസുണ്ടല്ലേടാ നീ. നിന്നെയും കൊണ്ട് എനിക്ക് പോകാൻ പറ്റൂലടാ. കുറെ കാലം എന്നെ എന്റെ ഭാര്യനെ തന്നെ വേർപിടിച്ച് നീ കഴിഞ്ഞവനല്ലേടാ നീ. എന്നിട്ട് നീ എന്തൊക്കെയാടെ കള്ളത്തരം പറഞ്ഞു വെച്ചെന്ന് ചോദിക്കണം. പിന്നീട് താരനെ അങ്ങോട്ട് ചേർത്തിരുത്തിട്ട് ചോദിച്ചു, ഇവൾ ആരാന്ന് നിനക്കറിയാവോ? നീ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ഞാൻ സ്നേഹിച്ച് വഞ്ചിച്ച പെണ്ണാന്ന്. പക്ഷെ ഞാൻ സ്നേഹിച്ച് വഞ്ചിച്ചാണോ അതോ നീ സ്നേഹിച്ച് കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞാണോ എന്ന് ചോദിക്കും ഇവളെ. ഇത് കേട്ടപ്പോ രാഹുലിന്റെ മുഖത്തെ രക്തമായി മാഞ്ഞു. സത്യം പറയടാ, ഇവൾക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് നൈസായിട്ട് ആ കുറ്റം എന്റെ തലയിലൊക്കെ കെട്ടിവെച്ച വർഷങ്ങളോളം 10-25 വർഷം നീ കിടന്ന് കളിച്ചല്ലേടാ. എന്നാലും നിന്റെ ബുദ്ധി തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെങ്കില് അതിനകത്ത് നിന്റെ പെങ്ങള് വീണുപോയി. പക്ഷെ വളരെ വൈകിയാണെങ്കിലും എന്റെ കാത്തിരിപ്പിനും ബലമുണ്ടായടാ. അവസാനം അവള് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞടാ. അങ്ങനെ തിരിച്ചറിഞ്ഞ അന്ന് തൊട്ട് നിനക്കിട്ടുള്ള പണിക്കായിട്ട് അവൾ ഒരുങ്ങിയിരിക്കുമായിരുന്നു. അവസാനം നിനക്കിട്ടൊരു പണി തരാനായിട്ട് അവസരം കിട്ടിയത്. ഒന്നുമല്ലേലും എല്ലാ കാലത്തും എല്ലാവരും പറ്റിച്ചോണ്ട് ജീവിക്കാൻ പറ്റുമോ രാഹുലെ? നിനക്കിട്ടുള്ള പണിയാണ് ദേ ഞാനും എന്റെ മക്കളും എന്റെ ഭാര്യയും കൂടെ ഇപ്പൊ തന്നേന്ന് പറയണം. നീ മാത്രമല്ല, നിന്റെ മകളും നിന്റെ ഭാര്യ എല്ലാരും അനുഭവിക്കണം. കാരണം അവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു, എടാ നീ മരിച്ചിട്ടില്ലല്ലേ? എടാ മരിച്ചിട്ടില്ല, അതല്ല ഞാൻ ജീവനോട് ഒന്ന് സംസാരിക്കണമെന്ന് ചോദിക്കണം. അപ്പോഴേക്കും രൂപ അങ്ങോട്ടേക്ക് വന്നു. രൂപ വന്നിട്ട് പറഞ്ഞു, ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഇത്രയും കാലം ഞാൻ ഏട്ടൻ എന്നൊക്കെയാ വിളിച്ചോണ്ടിരുന്നേ. പക്ഷെ ഏട്ടനെന്ന് വിളിക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇനി മുതലില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ അത്രയ്ക്ക് ദുഷ്ടനാ. അല്ലെങ്കിൽ സ്വന്തം പെങ്ങളുടെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കോ? നിങ്ങൾക്ക് പണം വേണ്ടിയിരുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? പകരം നിങ്ങൾ എന്താ ചെയ്തേ? ഒരു കള്ളക്കഥ ഉണ്ടാക്കി അത് വിശ്വസിപ്പിച്ച് എല്ലാരെ, നാട്ടുകാരെ, വീട്ടുകാരെ എല്ലാം വിശ്വസിപ്പിച്ച് എന്റെ ചന്ദ്രേട്ടനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തി. ഞങ്ങളെ നല്ല കാലം മുഴുവൻ ഞങ്ങളെ അകറ്റി നിർത്തിയില്ലടാ. എന്നിട്ടോ ഒരു ജീവിതം ഉണ്ടാക്കി കഴിയുമ്പോൾ വീണ്ടും ആ തല്ലിക്കെടുത്താനായിട്ട് നീ ഗുണ്ടകളെ ഇറക്കി. അതൊക്കെ ഞാൻ അറിഞ്ഞില്ലെന്ന് നീ വിചാരിച്ചോ? എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടനാവാനായിട്ട് നിനക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതിനുള്ള പണി തന്നെയാടാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. നിനക്ക് മാത്രമല്ല, നിന്റെ മോൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒന്നാന്തരം കള്ളനല്ലേടാ. അത് അറിയുന്ന നിമിഷം ഉണ്ടല്ലോ, നിന്റെ മോള് നിന്റെ കൺമുന്നിൽ തന്നെ മരിക്കത്തുള്ളടാ. അവസാനം നീ കണ്ടോ, നിനക്ക് അതാണ് കിട്ടാൻ പോകുന്നടാ ബഗാസുര. നിനക്കറിയാലോ, ഈ വീട്ടിൽ നിന്നാണ് നീ ചന്ദ്രേട്ടനെ എന്നെയും കൂടെ തന്നെ പിരിച്ചത്. എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ചന്ദ്രേട്ടനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത് ഓർക്കുന്നുണ്ടോ? 10-25 വർഷം മുമ്പ് നടന്ന ആ കാര്യം എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ചന്ദ്രസേനും ഇത് കേട്ടപ്പോ രാഹുൽ ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്കത് മറക്കാൻ പറ്റില്ലടാ. അന്ന് ചന്ദ്രേട്ടൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ. പക്ഷെ അന്ന് ഞാൻ നിന്നെ അന്ധമായിട്ട് വിശ്വസിച്ചു. നീ എന്റെ കൂടപ്പുറപ്പാണല്ലോ, എന്നെ ചതിക്കില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെങ്കില് ഈ നിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് താരനെ ചേർത്ത് പിടിക്കുകയാണ്. ഇവരെ വെച്ച് നീ അന്നൊരു കള്ളക്കളി ഉണ്ടാക്കി പോയപ്പോ ഞാനത് വിശ്വസിച്ചു പോയടാ. അതാ ഞാൻ ചെയ്ത് തെറ്റെന്നൊക്കെ പറയണം. പിന്നീട് ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ അങ്ങോട്ട് തള്ളി വിടുവാണ്. ഈ സമയത്ത് എന്നെ രാഹുൽ പറഞ്ഞു, രൂപേ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒന്നുമില്ലടാ, ശരിയായിട്ട് തന്നെയാ. എന്നിട്ട് നിനക്ക് എന്റെ സ്വത്ത് വേണമല്ലേ? നിനക്ക് സ്വത്ത് തരടാ, ഞാൻ സ്വത്ത് വെച്ചിട്ടുണ്ട്. അധികം വൈകാതെ നിന്റെ മോളുണ്ടല്ലോ മനോഹർ ആരാന്നുള്ള സത്യം അറിയും. ഇനിയിപ്പോ ഒളിച്ചും പാത്തുള്ള കളികളിടാ. ഈ രൂപയ്ക്ക് നേർക്ക് നേരെ എന്നുള്ള കളിയുള്ളൂ. ഇത്രയും നാളെ ഞാൻ ഒളിച്ചും പാത്തും കളിച്ചു. ഇനിയിപ്പോ അത് വേണ്ട. നിന്റെ ഭാര്യയ്ക്കും നിന്റെ മകൾക്കൊക്കെ അറിയാടാ ഞാൻ ചന്ദ്രസേനെ ശരിക്കും സ്നേഹിക്കുക എന്നുള്ളേ. പക്ഷെ അവര് നിന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ. അതിൻ്റെതായ കാരണം ഉണ്ടാ. നീ ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളു രാഹുലെ. നിന്റെ മകള് മൂലമായിരിക്കും നീ അനുഭവിക്കാൻ പോന്നെ. നിന്റെ മകൾക്ക് നിനക്കിട്ടും ഒക്കെ നല്ല പണി തന്നെയാ കിട്ടാൻ പോന്നെ എന്നും പറഞ്ഞിട്ട് രൂപ അവിടെ കിടന്ന് പറയാണ്. ഈ സമയത്ത് കിരൺ അങ്ങോട്ടേക്ക് വന്നു. കിരൺ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? എന്റെ അച്ഛനും അമ്മേനെ എല്ലാ കാലത്തും ഇങ്ങനെ അവരെ വേർപിരിച്ച് കഴിക്കാന്നോ? ഒരിക്കലുമില്ല. ഞങ്ങള് മക്കള് പോലും എന്റെ അച്ഛനും അമ്മേനെയും തമ്മിൽ തെറ്റിച്ചു കഴിഞ്ഞപ്പോ തന്നെ നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിന്നാ. പക്ഷെ ഒരു കാര്യമുണ്ട്, പിന്നീട് ആ സത്യാവസ്ഥയൊക്കെ മനസ്സിലാവുന്നേ. എന്റെ അച്ഛന്റെ നെഞ്ചത്ത് വെക്കാണ്ട് നീ കൊണ്ടുവന്ന റീത്തല്ലേ, ഇത് നിന്റെ നെഞ്ചത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ റീത്ത് എടുത്ത രാഹുലിന്റെ നെഞ്ചത്തേക്ക് ഇടുവാണ്. രാഹുൽ ഒരു നിമിഷം ഞെട്ടി പുറകോട്ട് മാറി. അത്ര സമയം താര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. താര അങ്ങോട്ട് വന്നു.
താര വന്നിട്ട് അവന്റെ കോളറിനെ അങ്ങോട്ട് കുത്തിപ്പിടിച്ചിട്ട് തലങ്ങും വിലങ്ങും രണ്ടടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പിന്നീട് താരയുടെ ഭാഷ താര അതൊക്കെ വിളിച്ച് അലറി വിളിച്ച് പറയണം, നിനക്ക് നാണം ഉണ്ടോടാ? ഇത്രയും കാലം എന്നെ എൻ്റെ മോളിൽ നിന്ന് അടത്തി മാറ്റിയിട്ട് നീ ഒരു ആണാണ്ടാന്നൊക്കെ ചോദിക്കുകയാണ്. രാഹുലിനൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ പറയുന്ന ചീത്തയാന്നുള്ള കാര്യം മനസ്സിലായി. രാഹുലിന് ഇതിൽ പലരും നാണക്കേടില്ല. ചുറ്റും എല്ലാവരും നോക്കി നിൽക്കുക. ഓഫീസിലെ ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും ചേർന്നിട്ടൊരു നാടകമാന്നുള്ള കാര്യം രാഹുലിന് അപ്പോഴാണ് മനസ്സിലായത്. ഓഫീസിൽ എല്ലാവരും ഇതിന് കൂട്ടുന്നു, തന്നെ ചതിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണിത് വെറുതെ വിടത്തില്ല. പിന്നീട് പറഞ്ഞു, ഞാൻ എല്ലാത്തിനും കാണിച്ചു തരാടാ എന്നും പറഞ്ഞുകൊണ്ട് വെല്ലു വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് കിരൺ പറഞ്ഞു, അയാൾ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണ. രൂപ പറഞ്ഞ് സൂക്ഷിക്കണം, കാരണം അടി കിട്ടിയ മൂർഖനെ പോലെ അയാള് ഏത് സമയത്ത് വേണമല്ലോ അയാള് തിരിച്ചു വരുമെന്ന് പറയണം. ഇത് കേട്ടും ചന്ദ്രസേനൻ പറഞ്ഞു, ഇനി അയാൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അയാൾക്കിട്ടുള്ള പണി ഇപ്പോഴേ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അയാൾക്കിട്ട് ഇതിനപ്പുറത്തുള്ള പണിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നെന്ന് പറയണം. ഈ സമയത്ത് കല്യാണം വന്നിട്ട്, അത് ശരിയാ, ഇത്രയും കാലം അച്ഛനും അമ്മേനും തമ്മിൽ വേർപിരിച്ച് കഴിച്ചല്ലേ, അപ്പൊ വെറുതെ ഒന്നുമല്ല, ഇനി ഒരു കാരണവശാലും വെറുതെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. രാഹുൽ ഭയങ്കര പ്രതീക്ഷയോടാ വന്നത്. അങ്ങനെ അവസാനം റീത്തും നെഞ്ചത്ത് വെച്ച് രാഹുലിന് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നു. ഈ സമയം പ്രകാശം ഭയങ്കര സന്തോഷത്തിലാ. പ്രകാശം വീട്ടിൽ ചെന്നിട്ട് തലയൊക്കെ നന്നായിട്ട് ഒന്ന് മുട്ടയടിച്ചില്ലെങ്കിലും പറ്റ മുടിയൊക്കെ വിട്ടേ വീട്ടിലേക്ക് ഇല്ലെന്നേ. ഈ കാഴ്ച കണ്ടതും അങ്ങോട്ടേക്ക് വന്ന് വിക്രം ചോദിച്ചു, അല്ലേ എന്താച്ചാ അച്ഛൻ എന്താ മുടിയൊക്കെ ഇങ്ങനെ വിട്ടിരിക്കുന്നത്? കുറെ കാലങ്ങൾക്ക് ശേഷമുള്ള ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നു ചോദിക്കും. എടാ മോനെ, ഇങ്ങനെ ഒരു അവസരമൊക്കെ വന്നാൽ വെട്ടാതിരിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. എന്താച്ചാ? എടാ, നമ്മുടെ ഒരു പ്രധാന ശത്രു തീർന്നു പറയണം. ആരാ? ആ കല്യാണിയും കിരണോ അല്ലോ ആണോന്ന് ചോദിക്കും. അതൊന്നും അല്ലടാ, അവരുടെയൊക്കെ ആ ഒരുത്തനുണ്ടല്ലോ, ജന്മം നൽകിയ ഒരുത്തൻ, ആ കിരണിന്റെ അച്ഛൻ ചന്ദ്രസൻ, അയാൾ അങ്ങ് തീർന്നു പറയണം. അച്ഛൻ എന്തൊക്കെ വർത്താനെ പറയണെന്ന് ചോദിക്കും. അതേടാ, അങ്ങേരും മരിച്ചുപോയി. രാഹുൽ റീത്തും വാങ്ങിച്ചോണ്ട് പോകുന്ന കണ്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നേന്ന് പറയണം. അവിടം വരെ ഒന്ന് പോകണ്ടേന്ന് ചോദിക്കും. ഇത് കേട്ടതും വിക്രം ചോദിച്ചു, സത്യമാണോ അച്ഛൻ പറയണെന്ന് ചോദിക്കും. സത്യമാ. ഞാൻ എന്തിനാടാ മോനെ കള്ളം പറയണെന്ന് ചോദിക്കുവാണ്. നെഞ്ചുവേദന വന്നാന്നൊക്കെ പറഞ്ഞ്, ആർക്കറിയാം നെഞ്ചുവേദന വന്നാണോ ഇനിയിപ്പം തല്ലിക്കൊന്നാണോ എന്നുള്ള കാര്യം. നമുക്കെന്താണല്ലോ ആഘോഷമുള്ള സമയമാണെന്ന് പറയണം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത അടി കൊടുക്കാൻ പോണ്ടേ ദേ ആ കിരണിട്ടും കല്യാണിക്കിട്ടോ അവർക്കിട്ട് വേണം നല്ല അടി കൊടുക്കാനായിട്ട്. അധികം വൈകാതെ അത് കൊടുക്കണമെന്ന് പറയണം. ഇത് കേട്ടത് അയാൾ പറഞ്ഞു, ശരിയാ. പ്രകാശം പറഞ്ഞു, ഉറപ്പായിട്ടും കൊടുക്കണം, ഒരു കാരണവശാലും വെറുതെ വിടില്ല, എല്ലാത്തിനും കൊടുക്കണം, എല്ലാത്തിനും കാലെ വാരി നിലത്തടിക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, അതിനെ അധികം വൈപ്പിച്ചുകൂടാ. അവളുണ്ടല്ലോ സരയു, അവളാണെങ്കിൽ എനിക്കൊരു സൗകര്യം തരുന്നില്ല, എപ്പോഴാ കിരണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ ഓർത്തുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറയണം. ആ സമയം തകർന്ന മനസ്സോടെ രാഹുൽ അങ്ങോട്ട് വീട്ടിലേക്ക് ഒരു ചെല്ലുവാണ്. അപ്പോഴേക്കും ഷാരിയും സരയും കൂടി വന്നു. അല്ല, നിങ്ങൾ അങ്ങ് രൂപയുടെ വീട്ടിലേക്ക് പോകാൻ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പക്ഷേ നിങ്ങൾ വിളിക്കാത്തതെന്ന് ചോദിക്കാം. ഇത് കേട്ട രാഹുലൊന്നും മിണ്ടിയില്ല. നിങ്ങൾക്ക് ഇതെന്ത് പറ്റി? തലക്കിട്ട് വല്ല അടിയും കിട്ടിയോ, അതോ ഇവിടുന്ന് വല്ല ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയോ? അമ്മാതിരിയാണല്ലോ എന്ന് പറയണ. ഇതേ വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ട് വന്നാണ്ടല്ലോ, നിങ്ങളെന്താ പക്ഷെ എന്നോട് ചൂടാന്നെ, കാര്യം എന്താന്ന് പറയണം. എല്ലാരും കൂടെ ചതിക്കുമായിരുന്നു, എന്റെ സ്വന്തം ചോര തന്നെ എന്നെ ചതിച്ചു, എന്റെ പെങ്ങളും എന്നെ ചതിച്ചെന്ന് പറയണേ. ചതിച്ചെന്നോ? എടി മോളെ, ഇങ്ങാർക്കിട്ടുള്ള പണി കിട്ടിയെന്ന് തോന്നേ. പെങ്ങൾ ഇത്രയും നാളും സ്നേഹിച്ചിരുന്നല്ല, അതൊക്കെ കപട സ്നേഹമാന്നുള്ള ഇയാൾ സത്യം തിരിച്ചറിഞ്ഞാൻ തോന്നിയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ, അതെ, അയാളും അവളും എല്ലാവരും കൂടെ ചേർന്ന് ചതിക്കുമായിരുന്നു, ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല, എല്ലാത്തിനും ഞാൻ വെട്ടിക്കൊല്ലുമെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഫ്ലവർ വൈസ് എല്ലാം കൂടെ എടുത്ത് എറിയുവാണ്. ശാരിക്കും സരയുനും മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെയുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോന്നേ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.